സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തികച്ചും ഗാന്ധിയൻ തന്നെയായ നമ്മുടെ ഗാന്ധി കൊണ്ടുവരുന്ന സംസ്ഥാന ചെയർമാൻ ശ്രീ അയത്തിൽ സുദർശനാണ്. അദ്ദേഹം തികച്ചും അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും തികച്ചും ഗാന്ധിയിൽ അധിഷ്ഠിതമായ പ്രവർത്തന ശൈലിയാണ് കാഴ്ചവെക്കുന്നത്. പലരും നമുക്കറിയാം, ഗാന്ധിസം പറയുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഗാന്ധിസം പ്രസംഗിക്കും ഗാന്ധിയനായി തികഞ്ഞ ഗാന്ധിയനായി പ്രവർത്തിക്കുന്ന ഇതിന്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ അയത്തിൽ സുദർശൻ അദ്ദേഹമാണ്. ഇവിടെ സർവ്വമത പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്യുന്ന ഞാൻ അദ്ദേഹത്തിന് ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ യോഗത്തിന്റെ നിസാമുദ്ദീൻ രാജൻ നയത്തിൽ ഇവിടെ നമ്മുടെ സർവ്വമത പ്രാർത്ഥനയ്ക്ക് എത്തിയിരിക്കുന്ന ശ്രീമതി ജാനകി അനന്തപുഷ്പം, അജി പേരൂർ സിറാജ് പ്രാർത്ഥന ചടങ്ങിന്റെ പദ്ധതികൾ തെളിക്കുന്നതിനായി സംസ്ഥാന ചെയർമാൻ ശ്രീ അയത്തിൽ സുദർശനെ ക്ഷണിച്ചുകൊണ്ടു. ബഹുമാനപ്പെട്ട കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം ഭാരവാഹികൾ, അനുബന്ധ നേതാക്കൾ, സർവ്വമത പ്രാർത്ഥനയ്ക്കെത്തിയ സഹോദരങ്ങൾ, ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട വാളത്തങ്ങൾ അമരേന്ദ്രദാസ് അവരുടെ, ജില്ലാ വൈസ് ചെയർമാൻ കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം കൊല്ലം ജില്ലാ വൈസ് ചെയർമാൻ ശ്രീ ഓറിയൽ ഫോൺസൈക്ക അവരുടെ, കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ചന്ദനത്തോപ്പ് നിസാമുദ്ദീൻ അവരുടെ, ബഹുമാനപ്പെട്ട രാജൻ, ബഹുമാനപ്പെട്ട ജാനകി അനന്തശിവം, ബഹുമാനപ്പെട്ട ശ്രീ പ്രഭാകരൻ, ബഹുമാനപ്പെട്ട ആജി, പ്രിയപ്പെട്ട ശ്രീ ഇനിയ, ശ്രീ സമർപ്പണ പ്രാർത്ഥനയിലെ എല്ലാ കാലവും വിജയപ്രദമാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള കിളികല്ലൂർ ലിറ്റിൽ ഫ്ലവർ ഫ്രണ്ട്സ് അസോസിയേഷൻ, മറ്റ് പ്രിയപ്പെട്ട സ്നേഹ സമ്പൂജ്യരായ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ കണ്ണപ്പൻ,
മറ്റു പ്രിയപ്പെട്ടവരെ, ഇന്ന് മഹാത്മാഗാന്ധിയുടെ 142ാമത് ജയന്തിയാണ്. ഈ 142ാമത് ജയന്തി എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭ മഹാത്മജിയുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലോക അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചതിന് ശേഷം ലോക അഹിംസാ ദിനമാണ്. ലോക സമാധാനത്തിന് വേണ്ടി മഹാത്മജി കൈവരിച്ച മൃഗത്തായ പ്രവർത്തനങ്ങളെ ഊഷ്മളതയോടെ സ്മരിച്ചുകൊണ്ട് ലോകമെങ്ങും മഹാത്മജിയുടെ പാവനമായ സ്മരണയെ അയ്യറക്കിക്കൊണ്ടും മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശക്തിക്ക് അനുസൃതമായ ഒരു തലമുറയെ വളർത്തിയെടുക്കുവാനുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും മഹാത്മജിയുടെ ആശയങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ടും രാഷ്ട്രത്തെ മഹാത്മജിയുടെ ഇച്ഛാശക്തിക്ക് അനുസൃതമായ ഒരു പ്രവർത്തന കാഴ്ചപ്പാട് കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചോദനം അർപ്പണബോധത്തോടെ ഉൾക്കൊണ്ടുകൊണ്ടും രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ടും രാജ്യത്തെ അങ്ങോളം ഇങ്ങോളമുള്ള ഗാന്ധിയൻ സംഘടനകളും സാംസ്കാരിക സംഘടനകളും മഹാത്മജിയെ സ്മരിച്ചുകൊണ്ടുള്ള മികച്ചായ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുന്ന ദിവസമാണ് ഈ 142ാമത് ജയന്തി ദിനം. കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ ഇന്ന് മാനവ മൈത്രി ദിനമായി ആചരിക്കുന്നു. മഹാത്മജിയെ സ്മരിക്കൂ, അഴിമതി തുടച്ചു നീക്കൂ, രാഷ്ട്രത്തെ രക്ഷിക്കൂ എന്ന മഹനീയമായ മുദ്രാവാക്യവുമായി കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന തലമുറയെ ചേതനയുടേതായ ഉൾക്കാഴ്ച ഉൾക്കൊണ്ടുകൊണ്ട് വളർത്തിയെടുക്കുവാനും രാഷ്ട്ര പുരോഗതിക്ക് ഉതകുമാറ അഴിമതിരഹിതമായ ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്ത് നിലനിർത്തുവാനും കാഴ്ചവെക്കുവാനും ഉതകുന്ന തരത്തിലുള്ള ഒരു സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രചോദനം നൽകിക്കൊണ്ട് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ജനാധിപത്യപരമായ പ്രവർത്തന രീതിയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അഹംവിതാകവും സോഷ്യലിസ്റ്റ് സാമൂഹ്യ ക്രമത്തിന്റെ സാമ്പത്തിക നീതിയും ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യപരമായും വിശ്വസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മഹാത്മജി ആഗ്രഹിച്ച ആ പ്രവർത്തന കാഴ്ചപ്പാടുകൾക്ക് ചൈതന്യവും ശക്തിയും പകർന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗാന്ധി സ്മരണ പുതുക്കിക്കൊണ്ട് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വിവിധ പ്രവർത്തന പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുകയാണ്. പ്രഭാത പേരി, സർവമത പ്രാർത്ഥന, ദേശീയോഗ്യത പ്രതിജ്ഞ, ലഹരി വിരുദ്ധ കാർത്തി പ്രചാരണ പ്രഭാഷണ പരമ്പരകൾ, ആരോഗ്യ സംരക്ഷണ പ്രവർത്തനം, മാനവ മൈത്രി സംഗമം തുടങ്ങിയ ബൃഹത്തായ പ്രവർത്തന പരിപാടികൾക്ക് ആക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് മഹാത്മജിയെ സ്മരിച്ചുകൊണ്ട് രാഷ്ട്രത്തെ ചേതോകരമായ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തെ കാര്യക്ഷമതയോടുകൂടി ഗാന്ധിയൻ ആശയഗതിയിലൂടെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിന് ഭാഗമാക്കാകുവാൻ ഉതകുന്ന തരത്തിൽ സാമൂഹിക കാര്യക്ഷമതയിലൂടെ കൈവരിക്കുക എന്ന ലക്ഷ്യബോധം രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ടും വളരുന്ന തലമുറയെ ചേതനയോടെ വളർത്തിയെടുത്ത് രാഷ്ട്രത്തിന്റെ ന്യൂനതമായ മാർഗത്തിലേക്ക് നയിക്കുവാനും മഹാത്മജി ഇച്ഛിച്ചതുപോലെ വ്യവസായികപരമായി, കാർഷികപരമായി, വിദ്യാഭ്യാസപരമായി, ശാസ്ത്ര സാങ്കേതികപരമായി രാഷ്ട്രത്തിന്റെ ഔന്നത്യത്തിന് ഭാഗതയും കുറിക്കുവാൻ ഉതകുന്ന തരത്തിൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു തലമുറയെ ലോകത്തിന്റെ മുന്നിലേക്ക് വളർത്തിയെടുക്കുവാനും ഭാരതത്തിന്റെ മക്കളായി ഉയർത്തിയെടുക്കുവാനും രാഷ്ട്രത്തിന് ഭാഗതയും കുറിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന പാത്രമായ മുന്നേറ്റത്തിന് നിർണായകമായ പങ്കുവഹിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തെയും യുവജനങ്ങളെയും യുവതികളെയും വളർത്തിയെടുത്ത് രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടനയെ സംക്ഷിപ്തമാക്കുവാനും അഴിമതിക്ക് അടിമപ്പെടാത്ത ഒരു ഭരണ സംവിധാനത്തിന് വേലിയേറ്റം സൃഷ്ടിക്കുവാനുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഈ ഗാന്ധി ജയന്തി ദിനം കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം കേരളമൊട്ടാകെ മാനവ മൈത്രി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി മഹാത്മജിയെ സ്മരിക്കൂ, അഴിമതി തുടച്ചു നീക്കൂ, രാഷ്ട്രത്തെ രക്ഷിക്കൂ എന്നുള്ള മഹനീയമായ മുദ്രാവാക്യവുമായി നിലകൊള്ളുന്നത്. രാജ്യത്തിന്റെ ക്ഷേമത്തിന് വളർന്നു വരുന്ന യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നിർണായകമായ പങ്കുവഹിക്കുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
ആ നിർണായക പങ്കുവഹിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങൾ വളർന്നു വരുന്നതിന് നമ്മുടെ രാജ്യത്തെ ലഹരിയെ തുടച്ചു മാറ്റിക്കൊണ്ട് ഒരു ഭരണ സംവിധാനം നിലനിർത്തണം എന്ന് മഹാത്മജി ആഗ്രഹിച്ചിരുന്നു. തന്റെ കൈവശം അധികാരത്തിന്റെ ഫയലുകൾ എത്തത്തക്ക ഒരു പരിതസ്ഥിതി സംജാതമായാൽ താൻ ആദ്യം ചെയ്യുന്നത് ഭാരതത്തിൽ ലഹരി തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ ആ ഫയലിനും ഒപ്പിടുക എന്നുള്ളതാണ് തന്റെ ആത്യാന്തികമായ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ധീരോദാത്തനായ നേതാവായിരുന്നു മഹാത്മാഗാന്ധി. നമ്മുടെ രാജ്യത്തെ മലീമസമാക്കുന്ന ഭരണ സംവിധാനങ്ങളിലും മറ്റു മേഖലകളിലും സാധാരണ ജനവിഭാഗങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന വിവിധ മേഖലകളിലും ഇന്ന് വർദ്ധിക്കുന്ന കിരാതമായ ചിന്താഗതിക്ക് ഒരു വിഭാഗം ജനതയെ വശംബദ്ധരാക്കുന്നത് ലഹരിക്കും മയക്കുമരുന്നിനും അടിമപ്പെട്ടതുകൊണ്ടാണ്. അടിമപ്പെട്ടവർക്ക് മാത്രമേ മാനുഷിക മൂല്യങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തെ കാണാതെ കിരാതമായ ചിന്ത കൊണ്ട് മറ്റുള്ളവരെ സമീപിക്കുവാനും മറ്റുള്ളവർക്ക് നൊമ്പരപ്പെടുത്തുകയും മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നൊമ്പരങ്ങൾ സൃഷ്ടിക്കുകയും കണ്ണുനീരികൾ സൃഷ്ടിക്കുകയും ഈ ലഹരിക്ക് അടിമത്തന്മാരായ ഉന്മത്തന്മാരായ മനുഷ്യർ അവർ അതിൽ ആഘാതം കണ്ടെത്തുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് അധികാരം കൈയാളിയിരുന്ന കാലഘട്ടത്തിൽ ഭാരതത്തിൽ മോചനത്തിന്റെ പന്താവ് സൃഷ്ടിക്കുവാൻ വേണ്ടി മഹാത്മജി ഭാരതീയ ജനകോടികളെ ആഹ്വാനം ചെയ്ത് അധസ്ഥിത വർഗത്തിന്റെ താഴെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ട സാമൂഹിക ക്രമത്തെ സൃഷ്ടിക്കുവാനും അവരുടെ സമ്പത്തും അവരുടെ ഊർജവും അവരുടെ സത്തയും ആവാഹിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണ സ്ഥിരത ബ്രിട്ടീഷ് ആധിപത്യത്തിന് വിധേയമായി അടിച്ചമർത്തപ്പെട്ട സംഹിതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിർത്തുക എന്നുള്ള ലക്ഷ്യബോധമായിരുന്നുവെങ്കിൽ ആ ലക്ഷ്യബോധത്തെ ഇവിടുന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനകോടികളെ ഏകോപിപ്പിച്ചു നിർത്തിക്കൊണ്ട് മഹാത്മജി സമരത്തിന്റേതായ ഞാനൊളി വർഷിച്ചുകൊണ്ട് സഹന സമരത്തിലൂടെ സത്യാഗ്രഹ സമരത്തിലൂടെ ബ്രിട്ടീഷ് കിരാതവാഴ്ചയ്ക്കെതിരെ ശക്തമായ വെല്ലുവിളിയുമായി മുന്നോട്ട് ഗ്രാമീണ ജനതയെ ഏകോപിപ്പിച്ചുകൊണ്ട് നീങ്ങിയപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ചേതന ശക്തമായ മാനവിക ചിന്താധാരയിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് ഗാന്ധിയൻ ആശയധാരയിൽ പുഴുകിക്കൊണ്ട് ഒത്തുചേർന്നു ബ്രിട്ടീഷ് കിരാത വാഴ്ചയ്ക്കെതിരെ ശക്തമായ സമരത്തിന് വേലിയേറ്റം സൃഷ്ടിച്ചു. രാഷ്ട്രം ന്യൂനതമായ രീതിയിൽ ഇന്ത്യയെ ചൈതന്യവത്താക്കിക്കൊണ്ട് മുന്നോട്ട് നയിക്കുവാൻ ഉതകുന്ന തരത്തിൽ മഹാത്മജി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലൊക്കെ ശക്തമായ സമരത്തിനും വേലിയേറ്റം സൃഷ്ടിച്ചു. ഈ രാഷ്ട്രത്തിന് മോചനത്തിന്റേതായ ഒരു പന്താവും വിട്ടിത്തെളിച്ചു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ പര്യാപ്തമായ സാഹചര്യം നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജി സൃഷ്ടിച്ചുവെങ്കിൽ 1948 ജനുവരി മാസം 30 ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു മനുഷ്യന്റെ വെടിയേറ്റ് പിടഞ്ഞു വീട് ഡൽഹിയിലെ ബിർളാ മന്ദിരത്തിന്റെ പുസ്തകങ്ങളിൽ സർവമത പ്രാർത്ഥനാ വേളയിൽ പിടഞ്ഞു വീട് മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശക്തിക്ക് വിധേയമായി രാഷ്ട്രത്തിന്റെ ചേതന ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി ഭാരതീയ ജനകോടികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ശക്തിയും ചൈതന്യവും ആവാഹിക്കുവാൻ ഉതകുന്ന തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ചേതന ഉൾക്കൊണ്ട കർമ്മ പദ്ധതി ആവിഷ്കരിച്ച മഹാത്മാഗാന്ധി 1948 ജനുവരി മാസം 30 പിടഞ്ഞു വീട് മരിച്ചപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും രാഷ്ട്രത്തിന്റെ കരുത്തും ശക്തിയും ആർജിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് മുമ്പിൽ ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രസക്തി വിളിച്ചോദിക്കൊണ്ട് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി ഗാന്ധിയൻ ആശയഗതി ഏക്കാലവും ചൈതന്യവത്തായി നിലനിൽക്കും എന്ന് ലോകം വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ട് ലോക സമാധാനത്തിന് ഗാന്ധിയൻ ദർശനങ്ങൾക്ക് വളരെയേറെ പങ്കുവഹിക്കാനുണ്ടോ എന്നുള്ള കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ഗാന്ധി ജയന്തിയെ ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ ചേതനയ്ക്കും രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് നയിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്ന് മഹാത്മജി ഭാരതം മണ്ണിൽ പിറന്നു വീണ ഭാരതീയരോട് പ്രഖ്യാപിച്ചുവെങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മഹാത്മജി തുടങ്ങിവെച്ച സമരതന്ത്രങ്ങളുമായി സമാധാനപരമായ പ്രവർത്തന മാർഗങ്ങളുമായി രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി
അക്രമ രാഹിത്യത്തിലൂടെ ഈ രാജ്യത്തെ ചേർത്തലയിട്ടൊരു ഭരണ സംവിധാനവും ചേർന്നയിട്ട് അവർക്ക് വിഭാഗത്തെയും വാർത്തെടുക്കുവാൻ പര്യാപ്തമാകും എന്നുള്ള ലക്ഷ്യബോധത്തിൽ അകറ്റമായിക്കൊണ്ട് മഹാത്മജി മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ അകറ്റമായിക്കൊണ്ട് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം മുന്നോട്ട് പോകുകയാണ്. ഈ 142ാമത് ജയന്തി ആചരിക്കുന്ന ഈ വേളയിൽ മഹാത്മാ ഗാന്ധിയുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരെ ശക്തമായ സമരത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശക്തിക്ക് വിധേയമായി രാജ്യത്തേക്കും സമരത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ച് ഈ രാജ്യത്ത് അക്രമരാഹിത്യത്തിലൂടെ ഒരു സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിന് വേണ്ടി ബൃഹത്തായ പ്രവർത്തന ബന്ധാവ് ആവിഷ്കരിച്ച് മുന്നോട്ട് നീങ്ങിയ മഹാത്മാഗാന്ധിയുടെ ആശയ സംഹിതകളിൽ വിശ്വസിച്ചുകൊണ്ട് രാജ്യമെമ്പാടും സമരങ്ങൾക്ക് നേതൃത്വം നൽകി ധീര രക്തസാക്ഷിത്വം വഹിച്ച് ദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ നാറുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ ചേതനയ്ക്കും ചൈതന്യത്തിനും ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനം ആവാഹിച്ച് ജനങ്ങളുടെ ക്ഷേമൈകമായ മുന്നേറ്റ പ്രയാണത്തിന് വളരെ തലമുറകൾ ചേതനയോടെ വളർത്തിയെടുക്കുവാനും വിദ്യാലയങ്ങളിലും മറ്റ് യുവാക്കളും യുവതികളും കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ വയലേലകളിലും മറ്റ് ഗ്രാമീണ മേഖലകളിലും മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ട് ലഹരിക്ക് അടിമപ്പെടാത്ത ഒരു സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രത്തെ ചേതനയിട്ട ആരോഗ്യപ്രദമായ ഒരു തലമുറയെ വാർത്തെടുത്ത് ലോക സമാധാനത്തിന് മുന്നിൽ ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രസക്തി വിളിച്ചോടിക്കൊണ്ട് മുന്നോട്ട് നയിക്കുവാൻ കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം മാർഗദർശനം നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സമഗ്ര പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സർവമത പ്രാർത്ഥന 1948 ജനുവരി മാസം 30-ാം തീയതി സർവമത പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ഡൽഹിയിലെ ബിർളാമന്ദിരത്തിന്റെ പുൽത്തകടിയിലൂടെ നടന്നു നീങ്ങിയ മഹാത്മജിയുടെ നെഞ്ചിനു നേരെ നിറയൊഴിച്ച് ഐശാചികമായി മഹാത്മജി വെടിയുണ്ടയിട്ട് കുതിർത്ത് മരിച്ചുവെങ്കിൽ, രക്തം ചിന്തി മരിച്ചുവെങ്കിൽ ആ മഹാത്മാഗാന്ധിയുടെ ആശയും പ്രതീക്ഷയും വിശ്വാസവും കൂടുതൽ ശക്തിയും ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് ആവാഹിച്ച് രാഷ്ട്രത്തിന്റെ ചേതനയ്ക്കും രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും പാണ്ഡ്യം കുറിക്കുവാനും രാഷ്ട്രത്തെ ചൈതന്യവത്തായി നയിക്കുവാൻ മഹാത്മജി കണ്ടെത്തിയ ആ സത്യത്തിലും അഹിംസയിലും അക്രമരാഹിത്യത്തിലും ഊന്നൽ നൽകിക്കൊണ്ടൊരു തലമുറയെ വളർത്തിയെടുക്കുവാൻ, ലഹരിക്ക് അടിമപ്പെടാത്ത ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ പ്രചോദനം നൽകുന്ന ഗാന്ധി അനുസ്മരണ ചടങ്ങുകൾക്ക് ഏറ്റവും പവിത്രത നൽകുന്ന ഒരു സമ്മേളനമാണ് സർവമത പ്രാർത്ഥന സമ്മേളനം. ഈ സർവമത പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മഹാത്മജി ഇച്ഛിച്ചതുപോലെ മതപരമായ ഐക്യവും സൗഹാർദ്ദപരമായ സമീപനവും ഭാരത രാജ്യത്തിന് അനിവാര്യമാണ് എന്ന് പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധി മുത്തമക്കാരനായാലും ജൈനമതക്കാരായാലും ക്രൈസ്തവരായാലും ഹൈന്ദവരായാലും മുസൽമാനായാലും പാഴ്സിയായാലും സിഖുകാരായാലും ഒരു മാനവരെ മുത്തുപണികളെ പോലെ ഏകോപിപ്പിച്ചുകൊണ്ട് തികച്ചും സാഹോദര്യത്തിൻ്റെതായ ശ്രേണി സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്ത് ഐക്യത്തിൻ്റെതായ ശ്രേണി സൃഷ്ടിച്ചുകൊണ്ട് സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് നീങ്ങി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാത്മാഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് ഈ 142ാമത് ജയന്തിയോട് അനുബന്ധിച്ച് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ മാനവ മൈത്രി ദിനമായി ആചരിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമായ കൊല്ലം പ്രസ് ക്ലബ് മൈതാനിയിൽ ഈ ഉടൻ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞ ഈ സർവമത പ്രാർത്ഥന ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത്. सीताराम रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव
രാം